വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വമ്പിച്ച ഓഫറുകളിൽ ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം. VM സൂപ്പർ വാല്യൂ, ചേലക്കര. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിൽ അറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പൊട്ടിപ്പൊളിഞ്ഞ ചേലക്കരയിലെ പുതിയ റോഡ്. പുതിയതായി ടാറിട്ട റോഡ് ദിവസങ്ങൾക്കുള്ളിൽ പൊട്ടിനിരങ്ങിയത് വെങ്ങാനല്ലൂരിൽ. റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം ക്വാറികളിൽ നിന്നുമുള്ള അമിതഭാരം കയറ്റിയ വാഹനങ്ങളെന്ന നാട്ടുകാർ. ചില ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കൂട്ടുപിടിച്ച് നിയമത്തെ വെല്ലുവിളിച്ച് പ്രവർത്തിക്കുന്ന ക്വാറികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്നും പരാതി. ചേലക്കരയിൽ ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ്. ബസ് തൊഴിലാളി യൂണിയന്റെയും അഹല്യ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചകുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് നടന്നത് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ. ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിയത് നിരവധി പേർ. കുളത്തിൽ വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര പുലാക്കോട് കുട്ടാടൻ പറക്കുന്നത് വീട്ടിൽ പരേതനായ കറപ്പന്റെ ഭാര്യ 82 വയസ്സുള്ള കാർത്യായനെയാണ് മരിച്ചത്. പുലാക്കോട് അയ്യപ്പൻ കുളത്തിൽ വീണാണ് മരണം. സംഭവം ഇന്നലെ രാത്രിയോടെ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന മൃതദേഹം കരയ്ക്ക് കയറ്റി. ഗർഭാശയഗള ക്യാൻസറിന്റെ പ്രതിരോധത്തിനായുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിൻ പാഞ്ഞാളിൽ. പഞ്ചായത്ത് തല ഉദ്ഘാടനം പാഞ്ഞാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരൂപ് ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ എടുത്ത 14ഉം 15ഉം വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾ. എളനാട് തൃക്കണായ മഹല്ല് കമ്മിറ്റി യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോമ്പുതുറ. ദുവാക്യ ഉസ്മാൻ ഫൈസി നേതൃത്വം നൽകി. നിരവധി പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. റംലാൻ 1 മുതൽ നോമ്പുതുറ നടത്തിവരുന്നു. വരും ദിവസങ്ങളിൽ അതിവിപുലമായ നോമ്പുതുറ നടത്തുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിലെ വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ യജ്ഞം ഇന്ന് ആരംഭിച്ചു. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായി ആദ്യഘട്ടം പൂർത്തീകരിക്കും. പ്രസിദ്ധമായ ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരം ഇന്ന്. ആഘോഷ നിറവിൽ 7 ദേശ കമ്മിറ്റികളും നാട്ടുകാരും. പാഞ്ഞാൾ അയ്യപ്പൻ കാവിൽ എഴുന്നള്ളിപ്പുകൾ എത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം. പൂരത്തിന്റെ ദൃശ്യവിസ്മയം റൈറ്റ് വിഷൻ ന്യൂസിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. ബജറ്റ് ഭവന പദ്ധതികൾക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ളത്. അവതരിപ്പിച്ചത് 27,70,21,587 രൂപ വരവും 16,41,75,000 രൂപ ചിലവും 11,28,46,587 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി ബജറ്റ് അവതരണം നടത്തി. വരവൂർ തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം. ഉത്സവം നടന്നു വന്നിരുന്നത് കഴിഞ്ഞ 10 ദിവസങ്ങളിലായി. ആന കൊടിമരം കുത്തി വീഴ്ത്തിയതോടെ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു. പ്രസന്ന നടികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. റംലാൻ 17 ബദർ ദിനം. യുദ്ധസ്മരണയിൽ വിശ്വാസികൾ. ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മുനവ്വിറുൽ ഇസ്ലാം സംഘം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിന പരിപാടികൾ. മൗലീദ് പാരായണത്തിന് മഹല്ല് ഹത്തീബ് ഉസ്താദ് ത്വയ്യിബ് ഫൈസി ആലൂർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കം. 19ാമത് ബിരുദദാന ചടങ്ങ് KTU VC ഡോക്ടർ സിസ തോമസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിൽവർ ജൂബിലി ലോഗോ പ്രകാശനവും തുടർന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ ഓൺലൈൻ OP ബുക്കിംഗ് അപാകത വലഞ്ഞ രോഗികൾ. പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. ഓൺലൈനായി ബുക്ക് ചെയ്തെത്തുന്ന രോഗികളെ കാത്തിരിക്കുന്നത് ഡോക്ടർ അവധിയാണെന്നുള്ള വിവരം. ബുക്ക് ചെയ്ത ഡോക്ടർ ഇല്ലെങ്കിൽ അത് രോഗികളെ അറിയിക്കുന്നില്ലെന്നും ആശുപത്രിയിൽ എത്തുമ്പോഴാണ് വിവരം അറിയുന്നതെന്നും വ്യാപക പരാതി. ഡോക്ടർ അവധിയാണെങ്കിൽ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും ആവശ്യം. ഷൊർണൂരിൽ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഗർഭാശയഗള ക്യാൻസറിനെതിരെ ദേശീയ തലത്തിൽ നടത്തുന്ന ക്യാമ്പയിനാണ് HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. നഗരസഭാ തല ഉദ്ഘാടനം വൈസ് ചെയർപേഴ്സൺ VK അനുരാജ് നിർവഹിച്ചു.
പാചകവാതക വില വീണ്ടും ഉയർന്നു. ഗാർഹിക സിലിണ്ടറിന് 60ഉം വാണിജ്യ സിലിണ്ടറിന് 115 രൂപയുടെ വർധനവ്. പുണ്യമാസത്തിൽ നന്മയുടെ കൈത്താങ്ങുമായി ചേലക്കരയിലെ വ്യാപാരി ഹമീദ് കുമുള്ളം പറമ്പിലിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം. പാഞ്ഞാൾ ശ്രീ പുഷ്കരം പ്രദേശത്തെ 50 കുടുംബങ്ങൾക്കാണ് പച്ചക്കറികൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ഹമീദ് കിറ്റ് വിതരണം നടത്തുന്നത് ഇത് തുടർച്ചയായി 4ാം വർഷം. എളനാട് തൃക്കണായ മഹല്ല് പള്ളിയിൽ ബദർ അനുസ്മരണവും മൗലീദ് പാരായണവും മൗലൂദിന് ശേഷം നോമ്പ് തുറക്കുന്നതിനുള്ള ഭക്ഷണ വിതരണവും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് നടന്നിരുന്ന കലാപരിപാടികൾക്ക് സമാപനം. 12 ദിവസങ്ങളിലായി വേദിയിലെത്തിയത് 500-ൽ പരം കലാകാരന്മാർ. സമാപന വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് ഉപഹാര സമർപ്പണവും നടന്നു. അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ച് വരവൂർ ഗ്രാമപഞ്ചായത്ത്. ദിനാചരണം നടന്നത് നാഷണൽ ആയുഷ് മിഷന്റെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടി നടന്നത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച ഷൊർണൂർ സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് കണയം ചേറാക്കൽ വീട്ടിൽ മൊയ്തീൻ. മണ്ണാറമ്പാറ പ്രദേശത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. മൊയ്തീനിൽ നിന്നും ഹാൻസ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം. ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.